കുട്ടി സഖാക്കന്മാർ ഇത്ര ഓർത്തിട്ടുണ്ടാവില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയാനുള്ള തിരിച്ചറിവുണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. എന്തായാലും ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി സുന്ദരംപിള്ളയുടെ ഒരു വോയിസ് മെസ്സേജ് പോയി. ചുമട്ടുതൊഴിലാളികളെല്ലാം യൂണിഫോം ധരിച്ച് വന്നു ചേരണം. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ED വളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ്. നമ്മളവിടെ ഒത്തുചേരണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം പോകുന്നു. തലസ്ഥാനത്തെ CPM-ന്റെ മുതിർന്നതും ചെറുതുമായ എല്ലാ നേതാക്കളും അവിടെ ഒത്തുകൂടുന്നു. പിന്നാലെ അണികൾ എത്തിച്ചേരുന്നു. പിന്നാലെ മുട്ട ചീമുട്ട തുടങ്ങിയ കളക്ഷനുമായി ഇവിടത്തെ ഭടന്മാർ അണിചേരുന്നു. മുദ്രാവാക്യം മുഴക്കുന്നു, കുത്തിയിരുന്ന് വിളിക്കുന്നു, വിട്ടുതരില്ല വിട്ടുതരില്ല എന്ന് വിളിക്കുന്നു. ആരെ വിട്ടുതരില്ല എന്ന് പോലും അവർക്ക് മനസ്സിലായിരുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് വീണ തൈക്കണ്ടിയിൽ വീണ വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ, ആ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന സ്ഥാപനവും CMRL എന്ന് പറയുന്ന കമ്പനിയുമായി നടന്നിട്ടുള്ള ഇടപാടുകൾ, പണമിടപാടുകൾ എന്തിനാണ് എന്ന് തെളിയിക്കാൻ കഴിയാതെ എന്തോ ഒരു സേവനത്തിനായി നൽകിയ കോടികളുടെ കണക്ക് തേടി, അതിന്റെ രേഖകൾ തേടി ചോദ്യങ്ങളുമായി എത്തിയതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ. അവരകത്തിരിക്കുമ്പോഴായിരുന്നു പുറത്ത് ഈ കൂട്ടത്തിന്റെ ആക്രോശം, മുദ്രാവാക്യം, പ്രകടനം, ധർണ. ഏറ്റവും ഒടുവിൽ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ലേഖകർ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഇവിടുത്തെ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയതും ഇഷ്ടികയും ചീമുട്ടയും കല്ലും ആക്രോശവുമായി ആക്രമിക്കുകയായിരുന്നു. വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. ആ ചില്ല് ജനാലയിലൂടെ ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ, വധിക്കാൻ ശ്രമം നടന്നു. ഒരു തരത്തിൽ അവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ടും ന്യായീകരണം തുടർന്നു. ഇത് രാഷ്ട്രീയ വേട്ടയാടൽ എന്നുള്ള പ്രഖ്യാപനം വന്നു. പോലീസ് അന്വേഷണം പകുതി വഴിക്ക് നിന്നോ എന്നുള്ള ആശങ്ക ജനൻ TV പ്രകടിപ്പിച്ചു. 50-ലധികം പേർ, കണ്ടാൽ അറിയാവുന്നവർ പ്രതികളായിട്ടും 100 കണക്കിന് പേർ തടിച്ചുകൂടിയിട്ടും 26 പേരിൽ ഒതുങ്ങി അറസ്റ്റ്. ഒടുവിലിതാ കേന്ദ്രം ഇടപെടുകയാണ്. പണി വരുന്നുണ്ട് അവറാച്ച എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷിജിൽ കടത്തനാട്, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, നൽകിയൊരു പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിന്റെ പൂർണ്ണ ഗൗരവത്തോടുകൂടി CMOയ്ക്ക്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് അയച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അതേ ഗൗരവത്തിലെടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയക്കുകയും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ, പോലീസ് ആസ്ഥാനത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ADGP S. ശ്രീജിത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് മുന്നിൽ ഒരു കീഴ്വഴക്കമുണ്ട്. എനിക്കൊപ്പമുള്ള പാനലിസ്റ്റുകളോടായിട്ട് രഞ്ജിത്ത് അമ്പാടി, ഗൗതം അനന്തനാരായണൻ, ശ്യാം ബാബു കോറോത്ത്. ബംഗാളിൽ ഇത്തരം ഒരു അതിക്രമത്തിന് അന്നത്തെ TMC പ്രവർത്തകരും നേതാക്കളും മുതിർന്നപ്പോൾ അതിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുകയാണ്. ആ കീഴ്വഴക്കം ആവർത്തിക്കുകയാണെങ്കിൽ കുട്ടി സഖാക്കൾ, നമുക്ക് പരിചയമുള്ള പോലീസുകാരുടെ ലാളനയും പരിലാളനവും തലോടലും കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നില്ല. ഒരിക്കൽ കൂടി സ്വാഗതം ബൈറ്റ് സൈഡിലേക്ക്. ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ശ്യാം ബാബു കോറത്തിലേക്ക്. ശ്യാം ബാബു, ആദ്യം ഇത് മിസ് ചെയ്തിട്ടുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് ഇതിന്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ, അതിനുശേഷം എവിടെയൊക്കെ സംസ്ഥാന സർക്കാരിനും പോലീസിനും പാളിച്ച പറ്റി എന്നുള്ളതിലേക്ക് നമുക്ക് കടന്നു വരാം. ശ്യാം. തീർച്ചയായും ഈ വിഷയത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നേരറിയാൻ എത്തുന്ന കേന്ദ്ര ഏജൻസിയെ കൃത്യമായി തന്നെ ആയുധം ഉപയോഗിച്ച് തടയുക, അവരെ ഏതെങ്കിലും രീതിയിൽ ചെറുക്കുക. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമുണ്ട്. ഒറ്റയിരുപ്പിന് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ അമേരിക്കക്കെതിരെയൊക്കെ പ്രമേയം പാസ്സാക്കി കളയും ഒറ്റയിരുപ്പിന്. അപ്പം നമ്മൾ ചില ബ്രാഞ്ച് കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, സഖാവെ ഇന്ന് എന്തായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട? ഇന്ന് ട്രംപിൻ്റെ ചില വിരുദ്ധ നയങ്ങൾ, അതായിരുന്നു ഞങ്ങൾ കൂലങ്കഷമായി ചർച്ച ചെയ്തത്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ടോംസ് ഇത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വരകളിലൂടെ
ഇത് ഹാസ്യാത്മകമായി വിമർശിച്ചിട്ടുണ്ട്. നമ്മളറിയാം സന്ദേശത്തിൽ ശ്രീനിവാസൻ ദ ലെജൻഡറി തിരക്കഥാകൃത്ത് അദ്ദേഹവും ഈ രീതിയിൽ തന്നെ വിമർശനാത്മക പോളണ്ടിനെ പറ്റി പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ളൊരു ED അവർക്കൊരു എരയല്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സമയത്ത് അതിൽ ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്ന്, പൊതുസേവകന്റെ ഔദ്യോഗിക കർത്തവ്യം തടസ്സപ്പെടുത്തൽ, അത് ഗുരുതരമായൊരു കുറ്റമാണ്. തടവും ശിക്ഷയും പിഴയും ഒക്കെ അതിന് എടുക്കാം. ആക്രമണം അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കൽ, ഇതിൽ വധശ്രമം കൂടി വരുന്നുണ്ട്. ED ഉദ്യോഗസ്ഥരെ ഡോളി മനോജ് ഇത്ര വണ്ണമുള്ള ഒരു കട്ട എടുത്തിട്ടാണ് ED ഉദ്യോഗസ്ഥർ പോയപ്പോൾ ആ കാറിലേക്ക് വലിച്ചെറിഞ്ഞത്. അത് എന്താ പറയുക, ജീവൻ പണയപ്പെടുത്തിയ തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. IPVന് മൊട്ടയാണ് താരതമ്യേന വലിയ പ്രശ്നങ്ങളില്ലാത്ത ആയുധമാണ് IPVന് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാവാൻ സാധ്യതയില്ല. രണ്ടാമത്തേത് പൊതുമുതൽ നശിപ്പിക്കലാണ്. ഇതിൽ കൃത്യമായി തന്നെ ആ കുറ്റവും വരുന്നുണ്ട്. നാലാമത്തേത് അനധികൃതമായി കൂട്ടം ചേരൽ, കലാപാഹ്വാനം, അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതോടൊപ്പം തന്നെ സംഘടിതമായൊരു ഗൂഢാലോചന ഇതിന് പുറകിലുണ്ട് എന്ന്. ഈ അവസാനത്തെ 2 കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്കാണ് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷിജിൽ കടത്തനാടിൻ്റെ പരാതിയിൽ കൃത്യമായി തന്നെ ഉള്ളത്. അതായത് ഈ വിഷയത്തിൽ കണ്ടാലറിയുന്ന 300-ലധികം പേർക്കെതിരെ, സഖാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ എത്ര പേര് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അന്വേഷണം പൊടുന്നതിന് തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടതാണ്. ഈ വിഷയമുണ്ടായ മെയ് 27-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്, അവിടെ എന്തൊക്കെയോ ബഹളോ ഒച്ചപ്പാടൊക്കെ ഞങ്ങൾ കേട്ടു, അപ്പം പോലീസ് എന്ത് ചെയ്തു, ഉടനെ ഓടിപ്പോയി. നമ്മളൊരു അതിർത്തി തർക്കമൊക്കെ നടക്കുമല്ലോ, ആ സമയത്ത് വലിയ ഒച്ചപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെന്ന് നോക്കുമല്ലോ, എന്താ അവിടെ രാധയെടുത്തിയും അല്ലെ കമലെടുത്തിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു പോവുമല്ലോ. അതുപോലെ വളരെ എന്താ പറയുക, ലാഘവത്തോടു കൂടിയാണ് സംസ്ഥാന പോലീസിന്റെ മന്ത്രിയും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അന്വേഷണത്തിൽ അത് വ്യക്തമാണ്. പ്രധാനപ്പെട്ട ആളുകളൊന്നും തന്നെ ഇതിൽ ഇടപെട്ടിട്ടില്ല. ഇനി ഗൂഢാലോചന, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. CPMന്റെ പ്രാദേശിക നേതാക്കൾ നേരത്തെ എന്നോട് വ്യക്തിപരമായ കാര്യം സൂചിപ്പിച്ചിരുന്നു. കാരണം ഇത് രാവിലെ ആരംഭിച്ച പരിശോധനയാണ്. കേരളത്തിൽ 12 ഇടത്ത്, കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ 12 ഇടങ്ങളിൽ EDയുടെ പരിശോധന ഒരേ സമയത്ത് നടക്കുന്നു. ഏതാണ്ട് 6-6:30 മുതൽ നമ്മളിത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത്രയും സമയം പോയി വളരെ സംഘടിതമായി കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇതെങ്ങനെയൊക്കെ മാറ്റിമറിക്കാം എന്നതിനെ പറ്റി തീരുമാനിക്കാം. അങ്ങനെ അവർ കൃത്യമായി തന്നെ ആഹ്വാനം ചെയ്തു. അതിൻ്റെ പല ഓഡിയോ ക്ലിപ്പുകളും ജനൻ TV തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ ഓടി വരൂ, നിങ്ങൾ എന്താ പറയുക, യൂണിഫോമിൽ ഓടി വരൂ, നമുക്ക് ഇവിടെ ഇത് സന്നാഹത്തെ ചെറുക്കാനുണ്ട് എന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തുവിടുന്നുണ്ട്. ഇതൊക്കെ സംഘടിതമായ ഗൂഢാലോചന അല്ലാതെ എന്ത്? മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പ്രധാനപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കൾ, അതായത് ഇവരുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, ജില്ലാ സമിതി മെമ്പർമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, എല്ലാവരും, മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരാൾ രാജ്യസഭാ MP അടക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായി തന്നെ വെളിച്ചം വീശുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കുറ്റങ്ങളിലേക്കാണ്. ഒന്ന് അനധികൃതമായി കൂട്ടം ചേരൽ, കലാപാഹ്വാനം, മറ്റൊന്ന് സംഘടിതമായ ഗൂഢാലോചന. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഷിജിൽ കടത്തനാടിൻ്റെ പരാതിയിൽ അടിയന്തരമായി തന്നെ ഇടപെട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങിക്കിടക്കുന്ന സംസ്ഥാന സർക്കാരിനെയും ഉറക്കം നടിച്ചു കിടക്കുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു ചൂരൽ വടി കൊണ്ട് ഉണർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണം. അങ്ങനെ കണ്ണുരുട്ടിയിരിക്കുന്നത് താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഈ നിർദ്ദേശം വന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഓഫീസിലേക്ക് ഈ ഫയൽ കൈമാറുകയാണ്. ഇതൊക്കെ ദ്രുതഗതിയിൽ നടക്കുകയാണ് കേട്ടോ, കൈമാറുകയാണ്. ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ അവിടെയുള്ള ചുമതലയുള്ള ADGP ശ്രീജിത്തിൻ്റെ പക്കലാണ് ഈ ഫയൽ ഉള്ളത്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്, ഈ വിഷയം ഒരു പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം അവർ നോക്കിക്കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഷിജിൽ കടത്തനാടിൻ്റെ ഈ ഒരു പരാതിയിൽ മേലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ. ഫലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നല്ല, പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടതിന് തുല്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഡോളി മനോജിലും ഈ പറയുന്ന IP മുട്ട ബിനുവിലും ഒന്നും തന്നെ കാര്യങ്ങൾ തീരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട സഖാക്കളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. റൈറ്റ്. ഞാൻ ഇതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഗൗതമിലേക്കും എവിടെയൊക്കെ വീഴ്ച വന്നു എന്നുള്ളതിലേക്ക് രഞ്ജിത്തിനെ കുറിച്ചും ഭവിഷ്യത്ത് എന്നതിനെ കുറിച്ചും ചർച്ച തുടരാം.